ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി. ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. തനിക്ക് നാണമില്ലേ? താൻ എന്നെ പറഞ്ഞിരുന്നോ എവിടെയെങ്കിലും? ഞാനാണോ ഓണ്ടല്ല ഇങ്ങനെയൊക്കെ വരുന്നത്? എന്തൊക്കെയോ പറയും, വെളിവില്ല, പിന്നെ വലിയ വിവാദമാണ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതിയുടെ വീഡിയോ ആണ്. രേണുസുതിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ശാന്തിവിള ദിനേശൻ രേണുസുതിയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളാണ്, അതിനുള്ള റിപ്ലൈ കൊണ്ട് രേണു വന്നിട്ടുണ്ട്, അതിൻ്റെയാണ്. അപ്പം ശാന്തിവിള ദിനേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാനും വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുകയൊക്കെ ചെയ്തായിരുന്നു. ഒരു പെണ്ണിനെ ഇത്രയും മോശമായിട്ട് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് രേണു എന്ന് പറഞ്ഞ വ്യക്തിയോട് യാതൊരു വൈരാഗ്യമില്ല. ആ ഒരു ആളുടെ വായിൽ നിന്ന് വർത്താനങ്ങളും അവർ കാണിക്കുന്ന കുറച്ച് രീതികളോട് മാത്രമേ ഉള്ളൂ ഞാൻ പ്രതികരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനും ഞാൻ അവരെ മോശമായിട്ട് പറയാൻ പറ്റില്ല. അവർ അഭിനയമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ വരുന്നില്ല. എന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം അന്തർജാലത്തെ പറ്റി കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇച്ചിരി വൾഗറായിട്ട് വീഡിയോസൊക്കെ പുറത്തേക്ക് വിട്ടു. പക്ഷെ അത് ആ ഒരു ഷോർട്ട് ഫിലിമുള്ള അതിനകത്തുള്ള ആ ഒരു വീഡിയോക്കകത്തുള്ള ഒരു സംഭവമേ അല്ല അവരെ ചെയ്തേക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് രേണു പറയാൻ തുടങ്ങുന്ന കാര്യം എന്നാന്നുള്ളത് ആദ്യം കേൾക്കാം. രേണു ആണ് ആദ്യമേ മറുപടി കൊണ്ട് വന്നേക്കുന്നത്. രേണുവിൻ്റെ ആദ്യത്തെ കുറച്ച് രേണു ആദ്യം മറുപടി കൊണ്ട് വന്നേക്കുന്നില്ല, രേണു പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം ബാക്കി നമുക്ക് പറയാം. ഹായ്, ഹലോ, രേണുസുതിയാണ്. എയർ തന്നെയാണ് എപ്പോഴും. എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു. ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത്. അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത്. സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാക്കാരനാണ്. സോ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആദ്യം ഇൻട്രോ ഒക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിച്ച് വന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൈവിട്ടങ്ങ് പോയി. ഞാൻ പറയില്ലേ, നമ്മളെപ്പോഴും ഈ നീളത്തിൽ ചാടിയ കുറുക്കൻ്റെ അവസ്ഥയായിരിക്കും. നമ്മളുടെ ഒറിജിനൽ രൂപം എപ്പോഴാണെങ്കിലും നമ്മുടെ പുറത്ത് വരും. അത് നമ്മൾ എത്ര മറച്ചു വെച്ചാലും അത് ഇരിക്കുകയില്ല, അത് പുറത്ത് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ കാര്യം. രേണു ആദ്യം ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് പറഞ്ഞു വന്നു. നമ്മൾ ഇച്ചിരി ഒരു ആഷ് പുഷ് എന്ന പോലത്തെ ഒരു വർത്താനൊക്കെ പോലൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേച്ച് ആ പകുതി ആയപ്പോഴത്തേക്കുണ്ടല്ലോ കുളവാക്കിയല്ല കേട്ടോ, അവരുടെ ഫീലിങ്സ് അവർ പറയുന്നതാണ്. എന്നാലും കേൾക്കുന്നത് നമുക്കതൊരു ചിരിയാണ്. പക്ഷേ അവർക്കറിയാം പറഞ്ഞതിത് എന്നാലും അദ്ദേഹം വന്ന് ഇവരെ വിളിച്ചത് തൈക്കളവീതും പിന്നെ കുറേ വീഡിയോസിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. അതിനെല്ലാം കൂടെ ആയിട്ടാണ് രേണു. പിന്നെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് കേട്ടോ. രേണു പറഞ്ഞു സജിനയുടെ വ്ളോഗിൽ നിന്നാണ് രേണു എല്ലാം അറിയുന്നതെന്ന് പറഞ്ഞു. സജിനയുടെ വ്ളോഗിൽ വരാത്ത പല കാര്യങ്ങളും രേണു അറിയുന്നുണ്ട്. നമ്മുടെ ഷെബീന ബീബി ഇടുന്ന വ്ളോഗ്സ് ഒന്നും സജിന എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ പുള്ളിക്കാരിയുടെ നിൽക്കുന്നത് അതിനൊക്കെ റിപ്ലൈ കൊണ്ട് വരുന്നത് രേണു വരുന്നത് ആരുടെ വീഡിയോ കണ്ടിട്ടാണ്, എവിടുന്ന് അതിൻ്റെ ഇത് എവിടുന്ന വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. അത് അവരുടെ ചാനലിൽ കയറി രേണു എല്ലാവരുടെയും വീഡിയോസും കാണുന്നുണ്ട്, എല്ലാ കമൻസും കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യം ഈ കള്ളം പറച്ചിലങ്ങ് നിർത്തണം. കള്ളം പറയരുത്. കാര്യം എത്ര കള്ളം പറഞ്ഞാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ വായിൽ നിന്ന് സത്യം പുറത്ത് വരും. അതുകൊണ്ട് സത്യമായിട്ടങ്ങ് പറഞ്ഞു പോകാമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കള്ളം പറഞ്ഞത് നമ്മൾ മറയ്ക്കാൻ വേണ്ടി അതിൻ്റെ പുറത്തിരുന്ന് മെഴുകേണ്ടി വരും. അതുകൊണ്ട് ഈ കള്ളത്തരങ്ങൾ ഒരുപാട് പുള്ളിക്കാരുടെ വായിൽ നിന്ന് വരുന്നുണ്ട്. ഈ കള്ളത്തരങ്ങൾ വരുന്നതാണ് പുള്ളിക്കാർ ഇത്രയും ഏറി കയറുന്നതും ഏറിന്ന് താഴെ നിൽക്കാതിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഏറെ കയറി ഉണ്ടല്ലോ, ലാസ്റ്റ് ശരിക്കും അങ്ങ് എയറിലായി പോവുകയും ചെയ്യും. ഈ ഫീൽഡിൽ നിന്ന് അങ്ങ് ഔട്ടായി പോവുകയും ചെയ്യും. അന്നേരമേ മനസ്സിലാവുകയുള്ളൂ ഇത്ര ഏറെ കെയർ ഉണ്ടായിരുന്നു എന്നുള്ളത്. ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. തനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ എടോ എനിക്ക് 34 വയസ്സേ ഉള്ളൂ. താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്. ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടടോ. ഈ തൈക്കളവിന്ന് വിളിച്ചതാണോ ഫീല് ചെയ്തത്, അതോ ആ വീഡിയോസ് പുറത്തു വിടുന്നത്? എനിക്ക് ആ വീഡിയോസ് പുറത്തു വിടുന്നത് ഫീല് ചെയ്യുമെന്ന് അത്ര എനിക്ക് തോന്നിയില്ല പറഞ്ഞത്. പക്ഷേ തൈക്കളവിന്ന് വിളിച്ചത് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഫീലായെന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം, അതൊക്കെ നമുക്ക് പോട്ടെ, സാരമില്ല. തൈക്കളവിന്നല്ലേ വിളിച്ചുള്ളൂ, അത് കുഴപ്പമില്ലെന്ന് വെക്കാം. പക്ഷേ അത് കഴിഞ്ഞിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു.
അതായിരുന്നു രേണു റിയാക്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ തൈക്കളവിന്ന് വിളിച്ചൊന്നുമല്ല. ആ ഒരു കാര്യങ്ങൾ അങ്ങേര് എത്ര പച്ചയ്ക്കും എത്ര ഇതുമായിട്ടാണ് രേണുവിനെ പറ്റി പറഞ്ഞേക്കുന്നത് അറിയാം. പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം ചോദിക്കും ഞാൻ നിൻ്റെ പേര് പറഞ്ഞോ, അങ്ങനെ ചോദിച്ചാൽ പേര് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഏത് പൊട്ടനും മനസ്സിലാകും അത് കേൾക്കുമ്പം ആരെപ്പറ്റിയാണ് പറയുന്നതെന്നുള്ളത് മനസ്സിലാകും. പുള്ളിക്കാരൻ പറയാം ഞാൻ നിങ്ങളെ അല്ല തൈക്കളവിന്ന് വിളിച്ചത്, ഞാൻ പ്രായം ചെന്നൊരു സ്ത്രീയെ പറ്റിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ രേണുവിനൊന്നും പറയാൻ പറ്റത്തില്ല. രേണുവിന് പിന്നെ അതിനെതിരെ, പക്ഷേ ഒന്നെങ്കിൽ ഇതിന് പ്രതികരിക്കാതിരിക്കുമായിരുന്നു ഏറ്റവും നല്ലത്. കാര്യം അദ്ദേഹം ആദ്യമായിട്ടല്ല ഇങ്ങനെ മനുഷ്യരെ പറ്റി അവാദങ്ങൾ പറയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഈ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്നത്. കാര്യം ഓരോ നടന്മാരെയും നടിമാരെയും പറ്റി പറയുന്നത് കേട്ടാൽ അവരുടെ അടുക്കളയ്ക്കകത്തും അവരുടെ ബെഡ്റൂമിൽ വരുന്ന ഇയാൾ ഇരിക്കുന്നതെന്ന് തോന്നും. അതുപോലാണ് ഇയാൾ എഴുതി വെക്കുന്നത്. ഇയാളുടെ ഭാവനയിൽ വരുന്ന കാര്യങ്ങൾ പണ്ട് നമ്മൾ ഈ മാസികയിലൊക്കെ വായിക്കത്തില്ല, ഒരുമാതിരി ഈ നീലക്കഥകളൊക്കെ എഴുതത്തില്ല, മഞ്ഞക്കഥകൾ, മഞ്ഞപ്പത്രം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് പുള്ളി സ്വന്തമായിട്ട് അങ്ങ് വ്യാഖ്യാനിച്ച് അങ്ങ് എഴുതുവാണ് കഥകൾ. ഒരു പെണ്ണിനെയാണേലും ഒരാണിനെയാണേലും മോശമാക്കാൻ വേണ്ടി പുള്ളിയുടെ ആ പേന എങ്ങനെയും ചലിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ നാവ് എങ്ങനെയും ചലിക്കും. അതാണ് പുള്ളി എന്ന് പറയുന്നത്. അങ്ങേരോടൊക്കെ പ്രതികരിക്കാൻ പോകുന്ന നേരത്ത് ഇതിപ്പം ഈ ഒരു വീഡിയോ വന്നപ്പം ഒത്തിരി പേര് ഇത് റിയാക്ട് ചെയ്തതിൻ്റെ താഴെ ഒത്തിരി പേരുടെ കമൻറ്റുകൾ കണ്ടു. ആഹാ ഇവളെ തന്നെ പറ്റിയായിരുന്നു അപ്പോൾ പറഞ്ഞത്, അപ്പോൾ ഇവൾക്കത് മനസ്സിലായി, ഇവളെയാ പറഞ്ഞതെന്ന് മനസ്സിലായി, അപ്പോൾ ഇവളങ്ങനെ കാണിച്ചിട്ടാണ് ഇവൾക്കത് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവായിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളവരൊന്നും പ്രതികരിക്കാൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരാരും കേസിന് വഴക്കൊന്നും കാര്യം കേസിന് പോയാൽ അങ്ങനെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇതാരെ പറയുന്നത്. അതിനൊക്കെ പോയാൽ പിന്നെ അതിനേ നേരം കാണത്തുള്ളൂ, ആരും ഒന്നും മിണ്ടാൻ പോകാറില്ല. പക്ഷെ പുള്ളിക്കാരി എനിക്കൊന്ന് ഏജ് പറഞ്ഞതാണെന്ന് തോന്നുന്നു, ഇത്ര ഫീലായെന്ന് തോന്നുന്നു. ഏജ് പറഞ്ഞതിലാണ് ആദ്യമേ കയറി ഉടക്കിയേക്കുന്നത്. എന്നാണേലും വീണ്ടും ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ എല്ലായിരുന്നല്ലോ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞതെന്ന് ചോദിച്ചു. ശരിയാണ്, അന്ന് ശാന്തിവിള ദിനേശൻ്റെ ആ വീഡിയോ ആണ് എടുത്ത് റിയാക്ട് ചെയ്തത്. അന്ന് അതിനകത്ത് എനിക്ക് ഇവരെയും തന്നെയല്ല ഒരു പെണ്ണിനെയും അവർ ചെയ്യാത്തൊരു കാര്യത്തിന് അവരെ മോശക്കാരാക്കുന്നതിന് എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. കാര്യം അത് നമുക്കൊക്കെ വരുമ്പോഴേ നമുക്കൊരു ഫീൽ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ നമുക്ക് എന്തും നമ്മുടെ നാക്ക് കുളച്ച് പറയാം, പക്ഷേങ്കിൽ അത് കേൾക്കുന്നവരുടെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഞാൻ കാണാത്തൊരു കാര്യത്തെപ്പറ്റി ഒരു ഇതായിട്ട് ഞാൻ അവരെ പറയുന്നില്ല. അല്ലെങ്കിൽ അവർ ഗൾഫിൽ പോകുന്ന അതിന്, അല്ലെങ്കിൽ അവർ അത് ചെയ്യുന്നതിന്, അങ്ങനെ ഒരിക്കലും ഞാൻ അവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് കാണുന്നത് വന്താരച്ചാലെന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് അങ്ങനെ ഒരു സീൻ അവർ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷെ അങ്ങനൊരു സീന് ആ ഒരു വീഡിയോയിലില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു സീൻ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത്ര റിയാക്ട് ചെയ്യലായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് അവരുടെ തൊഴിലാണ്, അവരുടെ അഭിനയമാണ്, അവരെന്നേലും കാണിക്കട്ടെ. പക്ഷേ ഇച്ചിരി ഓവറായി എന്ന് ചിലപ്പം പറയുമായിരിക്കും, അത്രയും മാത്രമേ പറയുള്ളൂ. പക്ഷേ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാൻ ഞാൻ വരത്തില്ലായിരുന്നു. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ വീണ്ടും അതിനകത്തെ ഓരോരോ സീൻസ്, അതിനകത്ത് ഇല്ലാത്ത സീനുകൾ എടുത്ത് വീണ്ടും വീണ്ടും ഇട്ട് അവർ വീണ്ടും ഇവർക്ക് ഇങ്ങനെ ഈ നെഗറ്റീവായിട്ട് ഇവർക്ക് വൈറലാകാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഒരു പോസിറ്റീവായിട്ട് അവർക്ക് വൈറലാകാനല്ല അവർക്ക് ഇഷ്ടം, ഒരു നെഗറ്റീവായിട്ടാണ്. അവർക്ക് മോശം കാര്യങ്ങൾ കേട്ട് അവർ നെഗറ്റീവാക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. എനിക്കൊന്ന് ഇവരോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം, സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവിനാണ് കൂടുതൽ പ്രാധാന്യം, അതാണ് എല്ലാവരും കൂടുതൽ പബ്ലിക്കിലേക്ക് വരൂ എന്നേലും അങ്ങനെ എന്നേലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ കൂടുതലും നെഗറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ മന്ദാരച്ചൽ എന്ന് പറഞ്ഞതിനകത്ത് വീണ്ടും ഓരോരോ വീഡിയോസ് ഇവർ ഇറക്കുന്നുണ്ട്. ആ വീഡിയോസിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ഇറക്കുന്നത്. നമുക്കൊന്ന് കാണാം. ചേച്ചി വന്നു രേണു വന്നു. എന്റെ ക്ലോസ് വേണോ? പോണ്ടേ? കാര്യം ഇതിനകത്തിപ്പം ഇവർ ഈ ഒരു ഇങ്ങനത്തെ ഒരു സീൻസ് അതിനകത്തില്ല. ഇനിയിപ്പോൾ ഓക്കെ, ഇവർ ആദ്യമേ ആ വീഡിയോസ് ഇറങ്ങുന്നതിന് മുമ്പേ അങ്ങനെ ഒരു സീൻ ഇട്ടു, ഇനി അതിനകത്ത് വരുമെന്ന് ഓർത്ത് അവർ ഇട്ടതാണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷേ ആ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞും വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും മോശമായ ഒരു ഇതിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് ഇവർ വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത്.
അതുപോലെ തന്നെ ഇത് തന്നെയല്ല, ഇവർ കഴിഞ്ഞ ദിവസം ലൈവ് വന്നപ്പം പറഞ്ഞു ഇവർക്ക് ഏപ്പറത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ഇവർക്ക് രോമാഞ്ചമാണ്, അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാൻ മേലഞ്ഞിട്ട് പറയുന്നതാണോ അതോ തലയ്ക്കകത്ത് വെളിവില്ലാത്തത് കൊണ്ട് പറയുന്നതാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ അത്രയും നല്ലൊരു കലാകാരൻ്റെ ഭാര്യയായിരുന്നു എന്ന് പറയുന്നു. ആ ഒരു കലാകാരൻ്റെ പേര് വെച്ചെങ്കിൽ ഇവർ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇവരുടെ ഭർത്താവിനും കൂടെ ഒരു മോശം ഇമേജ് വരുത്തുന്നതാണ് ഇവരുടെ ഈ വാർത്ത. നാളെ ഇവർ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പം കൊല്ലസുധിയുടെ ഭാര്യ എന്നുള്ള ഇതിലാണ് അവർ പറയപ്പെടുന്നത്. മരിച്ചുപോയ ഒരാൾ, മരണപ്പെട്ട ഒരാളുടെ പേര് കൂട്ടി മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് ഇവരിനി ഞാൻ ഇവർക്ക് വെളിവില്ലഞ്ഞിട്ടായിരിക്കും തലയ്ക്ക്. ഈ ചില മനുഷ്യർക്ക് ഒത്തിരി പബ്ലിക് പഠിച്ച് വട്ടായിപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ പബ്ലിക്കിലേക്ക് വന്ന് ഇതെല്ലാം കൂടെ കണ്ട് ഇവർക്ക് ഇവരുടെ കിളി പറന്നു പോയെന്ന് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഇവരൊരു വീഡിയോ ഇവർ തന്നെ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ. ഇതിനകത്തിപ്പോൾ കാണിക്കുക. ആ വീഡിയോക്കകത്ത് നോക്കണം എത്ര വൾഗറായിട്ടാണ്. ഇതൊരു അഭിനയത്തിന് വേണ്ടി അല്ലല്ലോ ഇവർ ചെയ്തേക്കുന്നത്. ഇവർ സ്വന്തമായിട്ട് ഇവരൊരു വീഡിയോ എടുത്തേക്കുന്നതാണ്. എത്ര മോശമായിട്ടാണ് ഇതിങ്ങനെ ഓരോന്നും വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരെ പോസിറ്റീവ് പറയുന്ന ആൾക്കാർ പോലും ഇവരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് കൊടുക്കും. ഇവർക്ക് നേരത്തെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ ഒരു വാക്ക് മിണ്ടാൻ പറ്റത്തില്ലായിരുന്നു ആൾക്കാർക്ക്. അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ആണും പെണ്ണും എല്ലാം വന്ന് വിളിക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇറക്കും തോറും ഇവരെ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ പതിയെ പുറകോട്ട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ തന്നെ ഇവരുടെ ആരാധകർ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കാണാനാണോ കുടുംബ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്? കുടുംബമായിട്ടൊക്കെ ഉള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ? അതുകൊണ്ടാണോ പുള്ളിക്കാരി നിങ്ങളുടെ ടേസ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ടാണോ പുള്ളിക്കാരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇപ്പം ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തെന്നെങ്കിലും മറ്റേ ആ ഒരു ഷോർട്ട് വീഡിയോ കാണുമ്പോൾ നമുക്ക് പറയാൻ നോക്കാം. ഇവർ സ്വന്തമായിട്ട് എടുത്തതാണ്. ഇങ്ങനെ എടുത്ത് ഞാൻ ഇവർ ഓരോ കാര്യങ്ങളും തുടക്കം വിട്ട് ഇവർ കൊണ്ടുവരും. ഇവർ ആദ്യമേ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. അവരത് ചെറുതായിട്ട് സ്ലീവ്ലെസ് ആക്കി. അത് കഴിയുമ്പോഴത്തേക്ക് അത് ആരും മിണ്ടുന്നുണ്ടപ്പോഴത്തേക്ക് അവർ ഇച്ചിരിയും കൂടെ ഇറക്കം കുറഞ്ഞ് ഒരു ഉടുപ്പുകളാക്കി, മുട്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ അവർ ഇച്ചിരിയും കൂടെ ഇറക്കം കുറഞ്ഞ് ഉടുപ്പുകളാക്കി. പിന്നെ അവരെന്നെ ചെയ്തു, പതിയെ സാരി ഉടുക്കുമ്പോൾ അവരുടെ വയറിൻ്റെ സൈഡ് കുറേശ്ശെ അവർ കാണിച്ചു തുടങ്ങി. അത് കഴിയുമ്പോഴത്തേക്ക് അവർ ശരിക്കും കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ കുറ്റം പറയാൻ തുടങ്ങിയപ്പം അതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ വയറാന്ന് പറഞ്ഞ് അവരങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ചെറിയ മുട്ടിൻ്റെ ഇടവരെയുള്ള നിക്കറിടാൻ തുടങ്ങിക്കഴിഞ്ഞേച്ച് അവരത് കഴിയുമ്പോഴത്തേക്ക് അവരെന്നെ ചെയ്തു അതിനേക്കാൾ ഇറക്കം കുറഞ്ഞ് നിക്കറുകളാക്കി. അങ്ങനെ ഓരോന്ന് ഇവർ സോഷ്യൽ മീഡിയ ചെറുതായിട്ട് ഇവർ കൊണ്ടുവന്ന് അത് വലിയ ഇതാക്കി അവർ എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ഇറങ്ങി അവർ ലൈവ് വന്നേച്ച് പറഞ്ഞു എനിക്കിഷ്ടമാണ്, അതിനകത്ത് അഭിനയിക്കുന്ന ഇഷ്ടമാണ്, മറ്റതാണ് മറിച്ചാണ് മാങ്ങാത്തൊലിയാണ് ഒക്കെ ഇവരൊന്ന് പറഞ്ഞു കഴിഞ്ഞേച്ച് ഇവർ സ്വന്തമായിട്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഇവരെടുത്ത് വെച്ച് കുറച്ചൊക്കെ വൾഗറായിട്ട് അവരിട്ട് തുടങ്ങുന്നു. ഇതിനി നോക്കിയാൽ നാളെ ഇതിനേക്കാൾ കൂടുതലും നമുക്ക് കാണാൻ പറ്റും. കാര്യം ഇവരുടെ തലയ്ക്ക് ഒരു വെളിവില്ലാത്തതാണ്. ഇവരോട് ആര് പറഞ്ഞാലും ഇവർ കേൾക്കുകയില്ല. ഇവർ ഈ നെഗറ്റീവ് വന്നുണ്ടല്ലോ, ലാസ്റ്റ് ഇവർ ഈ ഫീൽഡിൽ നിന്നേ അങ്ങ് പോകും. ഇതിൽ നിന്ന് അവർ ഔട്ടായി പോയി കഴിയുമ്പോഴായിരിക്കും ഇവരിത് ചിന്തിക്കുന്നത്. ഇപ്പം ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ ഒരു നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവരതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവർ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർ ആ ഒരു രീതിക്ക് അങ്ങ് പോയാൽ മതി. ഇവർ നെഗറ്റീവ് പറയുന്നതിന് ഇവർ പ്രതികരിച്ചോട്ടെ, അതിന് ഇവർ നല്ല ചുട്ട മറുപടിയും കൊടുത്തോട്ടെ, അങ്ങനെ ഇവർ പോയാൽ മതി. പക്ഷേ ഇവരുടെ രീതികൾ മാറ്റി ഇവരെ സപ്പോർട്ട് ഇപ്പോൾ നേരത്തെ ഒരു 100% ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 10% ഉള്ളൂ ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നവർ. നെഗറ്റീവ് മറ്റൊരു വീഡിയോ ഇടാൻ പറ്റത്തില്ല. രേണു എന്നൊരു പേരെഴുതിയൊരു വീഡിയോ ഇടാൻ പറ്റത്തില്ല. എന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ചെറിയൊരു വാക്ക് പറഞ്ഞാൽ മതി, നമ്മളോട് ഉടനെ പറയും ചിലവിന് കൊടുക്കാൻ പറയുമായിരുന്നു. അങ്ങനത്തെ രീതിയായിരുന്നു. അല്ലെങ്കിൽ അവരെ വിറ്റ് ജീവിക്കുന്നു എന്നറിയും. ഇതൊന്നും വിറ്റ് ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല. റിയാക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഞാൻ എല്ലാ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മൾ. അല്ലാതെ അത് ഇവർ കാണിച്ചിട്ടില്ലേ, കാണിക്കാതെ അല്ലല്ലോ ഇവരെ വിറ്റ് തിന്നുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറയുന്നവരോട്. പ്രണയത്തെപ്പറ്റി പുള്ളിക്കാരിയുടെ ഒരു അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെയല്ല, ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനുള്ള മറുപടി ഞാൻ ഇച്ചിരി കഴിഞ്ഞ് കാണിക്കാം കേട്ടോ. ഈ ഒരു പറയുന്നതിനുള്ള മറുപടി കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. കാര്യം എന്നാന്ന് വെച്ചാൽ പിന്നെ പ്രണയത്തെപ്പറ്റി രേണു പറയുന്നു. പ്രണയിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പ്രണയിച്ച് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വിവാഹം കഴിക്കാം, അതൊക്കെ ഒരിതാണ്. പക്ഷേ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരൻ്റെ ഒരു ഭാര്യയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്, അല്ലാതെ 18 വയസ്സ് എന്നൊരു പെൺകൊച്ചല്ല. ഇങ്ങനെ പ്രണയമെന്നും പറയണ്ട, ആദ്യം ഹിന്ദു പിന്നെ മുസ്ലിം പിന്നെ ക്രിസ്ത്യാനി ഇങ്ങനെ പറഞ്ഞു നടക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പ്രണയിച്ച് നിങ്ങൾക്ക് അവരെ തന്നെ വിവാഹം കഴിച്ച് ജീവിക്കാം, അതിനൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന എല്ലാം പച്ചക്കള്ളമെന്നുള്ളതിന് നിങ്ങളുടെ വായിൽ തന്നെ വന്ന തെളിവുകളുണ്ട്.
ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് തലയ്ക്ക് വെളിവില്ലാതെ കിടന്ന് ഇവർ അവിടെ എവിടെയും കിടന്ന് ഈ നെഗറ്റീവ് കിട്ടാൻ വേണ്ടി കിടന്ന് പറയുന്നതാണ്. പക്ഷേ അത് ഇവർ അതിനേക്കാൾ വലിയ നെഗറ്റീവിലേക്കാണ് ഇവർ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഒരു നെഗറ്റീവ്, ഒരു മോശം നെഗറ്റീവിലേക്കാണ് ഇവർ പോകുന്നത്. ചിലരെന്തെങ്കിലും പറഞ്ഞത് നെഗറ്റീവ് വന്ന് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞ് അവരൊന്നും കൂടെ ഫെയിം ആവുകയാണ് ചെയ്തത്. പക്ഷേ ഇവർ ഈ ഫെയിമായിട്ട് നിൽക്കുന്നിടത്തും നോക്കി ഇവർ താഴോട്ട് പതിയെ വരും. ഈ 90% തട്ടവിടാൻ സാധ്യതയുണ്ടെന്നൊരു പ്രസ്താവന ഒരു ഫേസ്ബുക്കിൽ കണ്ടു. സത്യമാണോ? 10% നുണയാ. അങ്ങനെ പറഞ്ഞിരുന്നോ എവിടെയെങ്കിലും? പറഞ്ഞു കാണോ ഓണ്ടല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത്. എന്തൊക്കെയോ പറയും വെളിവില്ലാതെ, പിന്നെ വലിയ വിവാദമാവും. രേണുവിനെ ആരാധിക്കുന്നവരും കൂടെ ഇതൊന്ന് കേൾക്കണം കേട്ടോ. വെളിവില്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, അത് പിന്നെ വിവാദമാകുന്നെന്ന്. അപ്പോൾ ഇവർ വെളിവില്ലാതെ ഇവർ വായി വരുന്നില്ല, ഇവർക്കറിയാം ഇവർ പറയുന്ന ഒന്നും ശരിയല്ലെന്നറിയാം. ഇപ്പം തന്നെ ചോദിച്ചപ്പം പറഞ്ഞു കേട്ടോ 10% സത്യമാണെന്ന്. കാര്യം വെച്ചാൽ അങ്ങനൊന്നും ഇല്ല. 10% കള്ളമെന്നായിരുന്നു. ഒരു 10% സത്യം അല്ല, 90% സത്യമാണ്, 10% ഇല്ലെന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് 10% കള്ളമാണ്. ഇവർ പള്ളിയിൽ നിന്ന് എങ്ങാണ്ട് ചോദിക്കുക എങ്ങാണ്ട് ചെയ്തെന്ന് തോന്നുന്നു. മതം മാറാൻ പോകുന്ന കാര്യത്തിൽ അങ്ങനെ എൻ്റെ ഒരു ദിവസം ഞാൻ എവിടെയോ ഒരിടത്ത് കണ്ടായിരുന്നു രേണു പറയുന്ന ഒരു കാര്യം. അതാ പറയുന്നത്, നമ്മളെല്ലാവരും പ്രതികരിക്കുന്ന ഇവരുടെ വായിന്ന് വരുന്ന വർത്തമാനത്തെയാണ്. ഇവരുടെ രീതിക്ക് ഇവരിനി മുസ്ലിമിനെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, മനുഷ്യരല്ലേ, മതം നോക്കിയല്ലല്ലോ നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നത്. ചിലപ്പം മുസ്ലിം ആയിരിക്കാം, ഹിന്ദു ആയിരിക്കാം, ക്രിസ്ത്യാനി തന്നെ ആയിരിക്കാം, ഏത് മതത്തിൽ നിന്ന് നമ്മളൊരാളെ ഈ പറയുന്ന ഇവരിപ്പോൾ സുധിയെ കല്യാണം കഴിച്ചത് ഇവർ ക്രിസ്ത്യൻ അല്ലായിരുന്നോ? ഇവർ സുധിയെ കല്യാണം കഴിച്ച സുധി ഹിന്ദു അല്ലായിരുന്നോ? അത് മതം നോക്കിയല്ലല്ലോ സ്നേഹിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ പ്രണയിക്കുന്നതിന് മതം നോക്കിയല്ല പ്രണയിക്കുന്നത്, നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു ഇഷ്ടമാണത്. അതിവർക്ക് ഇഷ്ടപ്പെടാം, ഇല്ലെന്നല്ല. പക്ഷേ ഇങ്ങനെ പബ്ലിക്ക് വന്നിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ പറഞ്ഞു കേട്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വെളിവില്ലാതെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇവർ കാണിക്കുന്ന തെറ്റുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ പ്രതികരിക്കുന്നതെന്നറിയാം. ശാന്തിവിള ദിനേശൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ടതാണ്. ഇതൊക്കെയാണ് ഇങ്ങനെ രേണുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണട്ടെ. എന്നെയാണെങ്കിലും ഇതിപ്പോൾ ഈ രേണു ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അധികം താമസിയാതെ തന്നെ രേണു പതിയെ പുറകിലേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ ഇപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ തന്നെയാണെങ്കിലും ഒരുപാട് നടന്മാരെ നമുക്കറിയാം. മോഹൻലാൽ, മമ്മൂട്ടി, ആ നായകന്മാരെല്ലാം ഇപ്പോഴും നിൽപ്പുണ്ട്. പക്ഷെ അവരുടെ കൂടെ അഭിനയിച്ച നായകന്മാരൊക്കെ എവിടാന്ന് പോലും അറിയത്തില്ല. കാർത്തികയൊക്കെ ഇപ്പോഴാണൊന്ന് വെള്ളിട്ടൊന്ന് ചെറുതായിട്ട് വന്ന് റിലീസ്. ഇവരൊക്കെ എത്ര നല്ല സുന്ദരികളായിരുന്നു. പാർവതി, അതുപോലെ അങ്ങനെ ഇപ്പോഴും എനിക്ക് ഉർവശി മാത്രമേ ഉള്ളൂ ഏതെങ്കിലും സിനിമയിലൊക്കെ വന്ന് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിച്ച് പോകുന്നത്. ശോഭന ഇടയ്ക്കൊന്ന് വന്ന് തല കാണിച്ചു പോകും. എന്നാലും നമുക്ക് അവരെ അങ്ങോട്ട് ഒരു ഇഷ്ടം തോന്നില്ല. മീനേ ഉള്ളൂ പിന്നെ ഇപ്പോഴും ലാലേട്ടൻ്റെയൊക്കെ ഒരു ജോഡിയായിട്ട് വന്നാൽ നമുക്ക് അങ്ങോട്ടൊരു ഇഷ്ടം തോന്നുന്നത്. പക്ഷേങ്കിൽ ശോഭന വലിയ വണ്ണമില്ലാത്തൊരു നടിയല്ലായിരുന്നു. വണ്ണമില്ലാത്തതുകൊണ്ട് എന്നും ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ മുഖത്ത് നമ്മുടെ പ്രായം പറഞ്ഞു കൊടുക്കും. ആ പ്രായം നമ്മുടെ മുഖത്ത് അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ പതിയെ ഔട്ടായിക്കൊണ്ടിരിക്കും. ശോഭനയൊക്കെ വലിയ വണ്ണമില്ലാത്തവരായിരുന്നു. അവരൊക്കെ എന്നേ ഔട്ടായി പോയവരാണ്. എത്ര കാലം മുന്നേ പോയതാണ്. പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആൾക്കാർ പോകും. അതുപോലെ തന്നെ നമുക്കറിയാം ദിലീപിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച നമ്മുടെ നവ്യ നായരൊക്കെ പൃഥ്വിരാജിൻ്റെ കൂടെ എന്തോരം ജോഡിയായിട്ട് വന്നതാണ്. പക്ഷെ നവ്യയൊക്കെ ഇപ്പം അങ്ങനെ ഇവരൊന്നും ജോഡികളായിട്ട് കാണുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ. നവ്യയൊക്കെ ഓവറായിട്ട് വണ്ണം വെച്ചിരിക്കുന്നു അങ്ങനെയൊന്നുമുള്ള ആൾക്കാരല്ല. പക്ഷേ അവരൊക്കെ ഇപ്പോഴും ആ ഒരു ഇതിൽ തന്നെ ആ ഒരു സമയത്ത് തിളങ്ങി നിന്ന സമയത്ത് നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പതിയെ അങ്ങ് പോയി, അടുത്ത ആൾക്കാർ വന്നു. ഇതുപോലുള്ള ഈ ഒരു ഫീൽഡെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ഒരുപോലെ നിൽക്കാത്തൊരു ഫീൽഡാണ്. ഒരു ചെറിയ കാര്യം വന്നാൽ മതി, അതോടുകൂടി നമ്മൾ അവിടുന്ന് ഔട്ടായി പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ രേണു ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചിപ്പം നമുക്ക് ഇഷ്ടക്കേടുകൾ ആരാധകർ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് രേണുവിന് വേഷങ്ങളില്ലാതാകും. കാര്യം അത് കാണാൻ ആൾക്കാരില്ല, അതുകൊണ്ട് തന്നെയാണ് വേഷങ്ങളില്ലാതാകുന്നത്. പിന്നെ ഒരു സമയം കഴിയുമ്പം ഇതെല്ലാം കഴിയും. അന്നേരം ഇനി ചിന്തിക്കിട്ട് കാര്യമില്ല, ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലായിരുന്നല്ലോ, തെറ്റായിരുന്നുള്ളത്. ഇപ്പം തന്നെ അതേ രീതിക്ക് തന്നെ ചിന്തിച്ച് നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ അവർക്ക് നല്ല ഇതായിട്ട് തന്നെ ഒരു പരിധി വരെ അവർക്ക് പോകാൻ പറ്റും. പക്ഷേ ഇവരൊന്ന് ഒന്ന് പമ്മിന്നറിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവരെന്നതേലും ഒരു നെഗറ്റീവ് കൊണ്ടുവരും. ആ നെഗറ്റീവ് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് അവർ ശരിക്കും അവർ സ്വയം ചോദിച്ച് മേടിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയാണ് അവർ വരുന്നത്. എന്നാൽ നമുക്ക് ശാന്തിവിള ദിനേശൻ പറഞ്ഞ കാര്യങ്ങൾ കൂടെ കേൾക്കാം. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ കൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത.
അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇതൊക്കെ സത്യങ്ങളാണ്. രേണു ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബാറിൽ പോയി ഡാൻസ് കളിച്ചു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, ഇങ്ങനെ ഈ വെളിവില്ലാതെ വന്നിരുന്ന് ഓരോന്നും അവിടെ ഇവിടെയും വിളിച്ച് കൂവാറുണ്ട്. ആ കൂവെന്നൊക്കെയാണ് മറ്റുള്ളവരെടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ ഇങ്ങനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പറയുന്നൊന്നും സത്യങ്ങളല്ല. രേണുവിനെ പറ്റി പറഞ്ഞത് ഒട്ടും സത്യങ്ങളല്ലെന്ന് നല്ലപോലെ എല്ലാവർക്കും അറിയാമെന്നറിയാം. കാര്യം രേണുവിനെ ശത്രുവാണെന്ന് പറയുന്നത് പോലും അവരും പറയും, ഓ ആ പെണ്ണിനെ പറ്റി അങ്ങനെ പറയരുത്, അത് ശരിയല്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പൈസ കിട്ടാൻ വേണ്ടി പുള്ളിക്കാർ ഓരോരോ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടി. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഗൾഫിൽ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ഗൾഫിൽ നടക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിലസുന്നുമുണ്ട്. അവരൊന്നും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യില്ല. അതേ കഴിഞ്ഞ ദിവസവും പറഞ്ഞ് അങ്ങനെ പോകുന്നവരൊക്കെ ഞാൻ പോകുന്നുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ലേ? അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് അയക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരു അലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കേണ്ട. ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ. സ്റ്റില്ലും വീഡിയോ ഒരു കുന്തോ ഇല്ല. ഇങ്ങനെ വെറുതെ പറയുന്ന അതൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങനെ ഉറങ്ങി എണീറ്റ് ബോധം വരുമ്പോഴത്തേക്ക് ഇന്ന് എന്നാൽ ഇവക്കിട്ട് 2 പണി കൊടുത്തേക്കാം, എന്നാൽ ഇവളാണ് ഇപ്പോൾ ഏറെ നിൽക്കുന്നത്, ഇവക്കിട്ട് 2 അങ്ങനെ ഒരു മൈൻഡ് വരുന്നൊരു മനുഷ്യനാണ്. അല്ലാതെ ഒരു സത്യങ്ങളും ഇല്ല ഇതിനകത്തൊന്നും. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞു മലയാളികൾക്ക് നാണക്കേട് വരുത്തേണ്ടത്. അങ്ങനെയൊന്നും രേണു കാണിച്ചു വെക്കുന്നില്ല. മലയാളികൾക്ക് നാണക്കേട് വരുത്താൻ വേണ്ടി ഗൾഫിൽ പോയി കിടന്നുള്ള മലയാളികൾക്ക് നാണക്കേട് വരുത്തുന്നതും ഞാൻ ഇന്ന പണിയാണ് ചെയ്യുന്നതും ഞാൻ ഇന്ന ആൾക്കാരുടെ കൂടെ പോയെന്നും പറഞ്ഞ് വീഡിയോസ് ഇടുന്നവരുണ്ടല്ലോ. എന്തേ അവരുടെ അടുത്തോട്ട് ചെല്ലാത്തത്? നല്ല തെറി കേൾക്കും അവരൊക്കെ ഒന്നിച്ച് ലൈവ് ഒന്നിച്ച്. ഇങ്ങനെ രേണു പ്രതികരിച്ച പോലൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ഒരു പെണ്ണ് അങ്ങനെ കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടിടുന്നവരുണ്ട്. അവർക്കെതിരെ വേണം പറയാനായിട്ട് ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ. അല്ലാതെ പിന്നെ ഗൾഫിൽ കിടന്ന് പണിയുന്നവന്മാർക്ക് തന്നെ ഇത്ര അറിയാൻ മേലെ. ഒരു പെണ്ണ് വരുമ്പോഴത്തേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഉണ്ടാക്കുന്നതിന് അല്ലാതെ പോകുന്നവന്മാർ പോയച്ചിരിക്കും. അതിന് രേണു അവിടെ ചെന്നിട്ട് മാത്രമല്ല അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. അവിടെയൊക്കെ അല്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. ഇങ്ങനൊക്കെ പ്രാന്താണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള മോശം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനിയാണ് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.